നമസ്കാരം. നമുക്ക് ഇന്ന് ജ്യോതിഷത്തിൽ മീനം രാശിയും ആ രാശിയിലെ നക്ഷത്ര വിശേഷങ്ങളും നോക്കാം. രാശിചക്രത്തിൽ 12ാമത്തെ രാശിയായ മീനം രാശി കാലപുരുഷൻ്റെ 12ാം ഭാവം കൂടിയാവുന്നു. ഈ കാലപുരുഷ വിധാനത്തിൽ ഈ രാശി പാദങ്ങളെ സൂചിപ്പിക്കുന്നു. ഈ 12ാം ഭാവം കൊണ്ട് പറയേണ്ട കാരക വിശേഷങ്ങൾ ദുഃഖവും പാദങ്ങളും ഇടത്തെ കണ്ണും ദാരിദ്ര്യവും പാപം ശയനം ചിലവ് മോക്ഷം വിദേശയാത്ര ബന്ധനം സ്ഥാനമാറ്റം എന്നിവയാണ് സൂചിപ്പിക്കുന്നത്. ഈ രാശിയുടെ അധിപൻ വ്യാഴമാണ്. വ്യാഴത്തിൻ്റെ രാശിയും ഒരു ജലതത്വ രാശിയുമാണ്. ഈ രാശിയുടെ സ്വരൂപം എന്നത് രണ്ട് മത്സ്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും തലയും വാലും അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ച് വിപരീത ദിശയിൽ നിൽക്കുന്ന ഒരു രാശിയുടെ സ്വരൂപമാണ് ഈ മീനം രാശിക്കുള്ളത്. ഈ രാശിയിൽ 30 ഡിഗ്രിയുള്ള ഈ രാശിയിൽ പൂരിട്ടാതി നക്ഷത്രത്തിൻ്റെ അവസാന പാദവും ഉത്രട്ടാതി നക്ഷത്രവും രേവതി നക്ഷത്രവും ഉൾക്കൊള്ളുന്നു. ഈ രാശിയിൽ ശുക്രന് ഉച്ചവും ബുധന് നീചവുമാണുള്ളത്. അപ്പോൾ പൂരിട്ടാതിയുടെ നക്ഷത്രാധിപൻ വ്യാഴവും നക്ഷത്ര ദേവത അജൈകപാദം, അത് ഏകാദശ രുദ്രന്മാരിൽ ഒരാളാണ്, ശിവന്മാരിൽ ഒരാളാണ്. അപ്പം മൃഗം ആൺസിംഹവും മനുഷ്യ സ്ത്രീയാണെന്നൊരു പക്ഷാന്തരമൊക്കെ ഉണ്ടെങ്കിലും മൃഗം സിംഹത്തിനെ തന്നെയാണ് എല്ലാവരും സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത്. പക്ഷി മയിലും വൃക്ഷം തേന്മാവും മാനുഷഗണവും പുരുഷയോനിയും ആവുന്നു. എന്നാൽ ഉത്രട്ടാതി നക്ഷത്രാധിപൻ ശനിയും നക്ഷത്ര ദേവത ഏകാദശി രുദ്രന്മാരിൽ ഒരാളായ അഹിർബുദ്നിയും പാതാളത്തിലെ സർപ്പരൂപിയ ദേവതയെന്നൊക്കെ തന്നെ പറയും. മൃഗം പശുവും പക്ഷി മയിലും വൃക്ഷം കരിമ്പനയും മാനുഷഗണവും സ്ത്രീ യോനിയുമാവുന്നു. രേവതിയുടെ നക്ഷത്രാധിപൻ ബുധനാവുന്നു. ആ നക്ഷത്ര ദേവത പൂഷാവാണ്. അത് സൂര്യൻ്റെ തന്നെ ഒരു ഭാവമാണ്. അതിഥിയുടെ പുത്രന്മാരിൽ ഒരാളാണെന്ന് പറയപ്പെടുന്നു. അപ്പം മൃഗം പിടിയാനയും പക്ഷി മയിലും വൃക്ഷം ഇരിപ്പമരവും ദേവഗണവും സ്ത്രീ യോനിയുമാവും. ജാതക ചിന്തകളിൽ ഈ മീനരാശി ലഗ്നമായി വന്നാലുള്ള ഒരു പൊതു സ്വഭാവം എന്താണ് എന്ന് ചോദിച്ചാൽ നാം നോക്കിയാൽ വ്യാഴത്തിൻ്റെ സ്വന്തം ക്ഷേത്രവും കാലപുരുഷൻ്റെ മോക്ഷസ്ഥാനവുമായ മീനരാശി ലഗ്നമായിട്ട് വന്നാൽ ആ ജാതകൻ നല്ല ദയാലുവും സാത്വികനും ആത്മീയ ചിന്തയുമുള്ളവനായിരിക്കുമെന്നും ജലതത്വമായതിനാൽ മറ്റുള്ളവരുടെ ദുഃഖങ്ങളൊക്കെ വേഗത്തിൽ ഇവർക്ക് ഉൾക്കൊള്ളാൻ കഴിയുമെന്നും ഉഭയരാശിയായാലും അന്യോന്യം വാലും തലയും ചേർന്ന് കിടക്കുന്ന മീനുകളുടെ ദ്വന്ദ്വ സ്വരൂപമായതിനാലും ഇവർക്ക് ചിന്തകളിലൊക്കെ രണ്ട് തരത്തിലുള്ള ചിന്തകളുണ്ടാവാം. മനസ്സ് ചഞ്ചലമായിരിക്കാം എന്ന് പറയാം. അപ്പോൾ ശുക്രനോട് ശുക്രൻ്റെ ഉച്ചരാശിയാണ് മീനം. ആ ശുക്രനോട് ഉച്ചമുള്ളതിനാൽ അവിടെ കലകളോടും സൗന്ദര്യത്തോടൊക്കെ നല്ല പ്രതിപത്തിയുള്ള ആളായിരിക്കുമെന്നും ബുധന് നീചം സംഭവിച്ചിരിക്കുന്നതിനാൽ പ്രായോഗിക ബുദ്ധിയേക്കാൾ എപ്പോഴും വൈകാരികമായിട്ട് അവർ പ്രതികരിക്കുമെന്നും പറയണം. എന്നാൽ പൂരിട്ടാതി നക്ഷത്രത്തിൽ ഈ ലഗ്നബന്ധം വന്നാൽ വ്യാഴമാണ് നക്ഷത്രാധിപൻ. അതിന് വ്യാഴത്തിൻ്റെ രാശിയിൽ വരുന്നതിനാൽ ഇവർക്ക് നല്ല അറിവും ആത്മീയതയും ഉണ്ടാവും. അതുപോലെ ഇവർ വളരെ ലോലമായ മനസ്സിൻ്റെ ആൾക്കാരും തേന്മാവിൻ്റെ സ്വഭാവം പോലെ തന്നെ ധാരാളം ഫലങ്ങൾ നൽകുന്ന നല്ല കാര്യങ്ങൾ നൽകുന്ന ആൾക്കാരുമായിരിക്കും. മധുരതരമായ സംസാരവും പെരുമാറ്റവും ഈ ലഗ്നത്തിനും ഉണ്ടായിരിക്കും. നമ്മൾ ഉത്രട്ടാതി നക്ഷത്രമായിട്ട് ബന്ധം വന്നാൽ, ഈ രാശിക്ക് ബന്ധം വന്നാൽ, അല്ലെങ്കിൽ ഈ ലഗ്നത്തിന് ബന്ധം വന്നാൽ ഇത് ശനിയുടെ നക്ഷത്രമാണ്. അപ്പോൾ ശനിയുടെ നക്ഷത്രം എന്ന് പറഞ്ഞാൽ ശനിയുടെ പ്രത്യേകത എന്നത് വളരെ കഠിനാധ്വാനം ഉള്ള ഒരു ഗ്രഹമാണ് ശനി. അപ്പോൾ നല്ലതായിട്ട് അധ്വാനിക്കും, ഏതൊരു കാര്യത്തിൽ നന്നായിട്ട് അധ്വാനം കാണിക്കും. അപ്പം പശു മൃഗമായതിനാൽ നല്ല തികഞ്ഞ ക്ഷമാശീലമുണ്ടാകും. ആക്രമണ സ്വഭാവം, വൈകാരികമായിട്ട് എടുത്തുചാടിയിട്ടുള്ള പ്രവൃത്തിയും ഒന്നും ഉണ്ടാവുകയില്ല. പിന്നെയോ നിഗൂഢശാസ്ത്രങ്ങൾ എന്ന് പറയുമ്പോൾ ജ്യോതിഷം, തന്ത്രം, മാജിക് തുടങ്ങിയ ശാസ്ത്രങ്ങളിൽ ഇവർക്ക് താല്പര്യമുണ്ടാവുമെന്നും പറയണം. എന്നാൽ ഇതേ രാശിയിൽ ലഗ്നം വരുന്നത് രേവതി നക്ഷത്രമായിട്ട് ബന്ധപ്പെട്ട പാദങ്ങളിലാണ് ഇത് വരുന്നതെങ്കിൽ ബുധൻ്റെ നക്ഷത്രമായിരിക്കും. അപ്പോൾ ബുധൻ്റെ നക്ഷത്രമായാലും ബുധൻ അവിടെ നീചമായതിനാൽ തന്നെ ഇവർ വല്ലാണ്ട് ചിന്തിക്കുന്ന, ഒരുപാട് ചിന്തിച്ചു കൂട്ടുന്ന, ഒരു കാര്യത്തിന് പലതവണ ആലോചിച്ച് ചിന്തിച്ചു കൂട്ടുന്ന ഒരു സ്വഭാവം ഉണ്ടായിരിക്കും. ഇവർക്ക് എന്താ പറയുന്നത്, ടെൻഷൻ, മാനസിക സമ്മർദ്ദം പലപ്പോഴും ഉണ്ടായിരിക്കും. എന്നാൽ മൃഗം എന്നുള്ളത് പിടിയാനയാണ്. അപ്പോൾ പിടിയാനയുടെ സ്വഭാവം എന്ന് പറഞ്ഞാൽ പിടിയാന കൂട്ടം ചേർന്ന് നടക്കുള്ളൂ. കുടുംബത്തോട് കൂടി ഇരിക്കാൻ എപ്പോഴും ഇവർ കുടുംബവും കുട്ടികളും ഒക്കെ ആയിട്ട് ചേർന്നിരിക്കാനായിട്ട് വളരെ താല്പര്യം കാണിക്കുന്ന കൂട്ടത്തിൽ ഉള്ളവരാണ്. അപ്പം ഓരോ രാശിയും ലഗ്നമായിട്ട് വന്നാൽ അതിൽ ഏതൊക്കെ നക്ഷത്രങ്ങളുമായിട്ടാണ് ബന്ധം വരുന്നത് അതനുസരിച്ചിട്ട് നമ്മുടെ സ്വഭാവ രൂപീകരണത്തിലുള്ള പൊതുവായ ഫലങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ കൃത്യമായിട്ടൊരു ഫലം നമുക്ക് അനലൈസ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ പറയണമെങ്കിൽ ഒരാളുടെ ജാതകം മുഴുവനായിട്ട് നമുക്ക് കിട്ടണം. ആ ജാതകത്തിലെ ഗ്രഹങ്ങൾ എവിടെ നിൽക്കുന്നു, ആ ഗ്രഹത്തിന് എന്തൊക്കെ പ്രത്യേകതകളുണ്ടോ, ഉച്ചമുണ്ടോ, നീചമുണ്ടോ, മൗഢ്യമുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ അറിയണം. അതിലും പ്രാധാന്യമുള്ളത് എന്താണെന്ന് വെച്ചാൽ ഏത് ദശയാണ് നടക്കുന്നത് എന്ന് അറിയണം. ആ ദശ നടക്കുന്ന ഏതാണെന്ന് അറിഞ്ഞാൽ മാത്രമേ അതിനനുസരിച്ചിട്ട് ഫലം പറയാൻ പറ്റൂ.
പലപ്പോഴും എല്ലാവരും ഇങ്ങനെ ചോദിക്കാറുണ്ട്, എൻ്റെ ഗ്രഹനിലയിൽ സൂര്യന് ലഗ്നത്തിലാണ് നിൽക്കുന്നത്, എന്താണ് ഫലം? അപ്പോൾ സൂര്യൻ ലഗ്നത്തിൽ നിന്നാൽ നമുക്ക് പറയാൻ പറ്റും നല്ല എന്താ പറയുക, പൊക്കമുള്ള ശരീരമായിരിക്കാമെന്ന് പറയാം. ഇതൊക്കെ പൊതുവായിട്ടുള്ള ഫലങ്ങളാണ്. പക്ഷേ അത് യഥാർത്ഥ ഫലം എന്ന് പറഞ്ഞാൽ സൂര്യൻ ഏത് രാശിയിൽ നിൽക്കുന്നു, ഏത് ഭാവത്തിൽ നിൽക്കുന്നു എന്നതിനെ അടിസ്ഥാനപ്പെടുത്തി എപ്പോഴും വ്യത്യാസപ്പെട്ടിരിക്കും എന്നും മനസ്സിലാക്കുക. അപ്പോൾ നമുക്കിനി അടുത്തൊരു വിഷയമായിട്ട് വരുന്നിടം വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.